അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മറ്റൊന്നല്ല. ചെകുത്താൻ എന്ന ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തതും അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷൻസ് ഇത് നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് നടൻ സിദ്ദീഖിന്റെ പരാതിയെ തുടർന്നാണ് മോഹൻലാലിനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെകുത്താൻ ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് ആരോപിക്കുന്ന കുറ്റകൃത്യം ഈ അജു അലക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ വിശദമായി പരിശോധിക്കുകയുണ്ടായി. ഏതായാലും പരിശോധനയിൽ മോഹൻലാലിനെ എവിടെയെങ്കിലും അപമാനിച്ചതായി എനിക്ക് തോന്നിയില്ല. ആയതുകൊണ്ട് അജു അലക്സിനെ വിരോധമുള്ളവർ, വൈരാഗ്യമുള്ളവർ, പകയുള്ളവർ അജു അലക്സിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുക, പീഡിപ്പിക്കുക, മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തത് എന്ന് ഏറെക്കുറെ എനിക്ക് ബോധ്യപ്പെട്ടു. ആയതുകൊണ്ട് എനിക്ക് സിദ്ദീഖിനോട് ചിലത് ചോദിക്കാനുണ്ട്. സിദ്ദീഖിന് എന്നെ മനസ്സിലായോ? എന്റെ പേരാണ് മജ്നു ചെമ്പിൽ വ്ളോഗ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ഒരു കാലത്ത് ഞാൻ സിദ്ദീഖിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു. താങ്കളുടെ വീട്ടിലിരുന്നു കൊണ്ട് പറയാറുണ്ടായിരുന്നു. അങ്ങനെ സ്വറ പറഞ്ഞിരിക്കുന്ന സമയത്ത് സിദ്ദീഖിന്റെ ഉമ്മ കട്ടൻ ചായ തിളപ്പിച്ച് എനിക്ക് കൊണ്ടുവന്ന് തരാറുണ്ടായിരുന്നു. ഞാനത് കുടിക്കാറുണ്ടായിരുന്നു. ഈ സമയം സിദ്ദീഖ് ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനെ കളിയാക്കാറുമുണ്ടായിരുന്നു. താങ്കൾക്ക് ഇപ്പോൾ ഓർമ്മ വന്നോ? ഈ മുഖം ഏതോ ഒരു സിനിമയിലെ ഒരു ഡയലോഗാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം? അത് ഞാൻ താങ്കളോട് വീണ്ടും ചോദിക്കുകയാണ്. എന്നെ ഓർമ്മയുണ്ടോ എന്ന്. എന്തിനാണ് സിദ്ദീഖ് പാവപ്പെട്ടവനെ ഉപദ്രവിക്കുന്നത്? ഞാൻ സിദ്ദീഖിന്റെ വീട്ടിൽ വീണ്ടും വരാം. എന്റെ കയ്യിലിരിക്കുന്ന വീഡിയോ ഞാൻ സിദ്ദീഖിനെ കാണിച്ചു തരാം. ആ വീഡിയോയിൽ എവിടെയാണ് മോഹൻലാലിനെ അപമാനിക്കുന്ന ഒരു പദപ്രയോഗം സിദ്ദീഖ് ഒന്ന് കാണിച്ചു തരുമോ? ഇതിന്റെ അർത്ഥം സിദ്ദീഖ് ആരുടെയോ ചാവേറായി എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഏതോ വൻ ശക്തികളുടെ ചാവേറായി സിദ്ദീഖ് മാറിയിരിക്കുന്നു. സിദ്ദീഖ് നല്ലൊരു നടനാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് ഈ നിമിഷം വരെ. കാരണം സിദ്ദീഖിന്റെ വില്ലൻ വേഷങ്ങളൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന വ്യക്തിയല്ല. അപൂർവം ഏതാനും കൈവിരലിൽ എണ്ണാവുന്ന സിനിമകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. എങ്കിലും സ്മാർട്ട് ഫോണിലൂടെ ഞാൻ ചില സിനിമകളൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അങ്ങനെ കാണുന്ന സമയത്ത് സിദ്ദീഖ് നല്ലൊരു നടനാണ് എന്നാണ് ഞാൻ കരുതിയത്. നടൻ എന്ന് പറയുമ്പോൾ ഒരു മീൻ കച്ചവടക്കാരന്റെ വേഷം സിനിമയിൽ ചെയ്താൽ ആ മീൻ കച്ചവടക്കാരന് നല്ല നടൻ എന്ന് പറയില്ല. മീൻ കച്ചവടവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തി ഒരു പച്ചയായ മീൻ കച്ചവടക്കാരന്റെ വേഷം വിജയകരമായിട്ട് ചെയ്താൽ അതിനെ മികച്ച അഭിനയമെന്നും മികച്ച നടൻ എന്നും പറയും. അപ്പോൾ താങ്കൾ ചെയ്തത് സത്യത്തിൽ സിനിമയിൽ ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിലും താങ്കൾ ഈ വില്ലൻ വേഷം ഇവിടെ അവതരിപ്പിച്ചു. ഇല്ലാത്ത കാര്യത്തിന് ഏതൊക്കെയോ മറഞ്ഞിരിക്കുന്ന ശക്തിയുടെ കൈയായി സിദ്ദീഖ് പ്രവർത്തിച്ചു എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഒരുപക്ഷെ എന്റെ സംശയമായിരിക്കാം. സിദ്ദീഖിനെ അവഗണിക്കാൻ പറ്റാത്ത ആരോ പ്രേരിപ്പിച്ച് സിദ്ദീഖിനെ കൊണ്ട് ചെകുത്താനെതിരെ പരാതി കൊടുപ്പിക്കുകയായിരുന്നു എന്നാണ് പലരും പല കവലകളിലുമൊക്കെ കേൾക്കാൻ സാധിച്ച, പലരുടെ വായിൽ നിന്നും കേൾക്കാൻ സാധിച്ച വർത്തമാനങ്ങൾ അങ്ങനെയാണ്. ഈ ചെകുത്താനെ കൊടുക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ഏതൊക്കെയോ വീഡിയോയിൽ ആരെയൊക്കെയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അതിന്റെ പേരിൽ സിദ്ദീഖിനെ ഉപയോഗിച്ച് ചെകുത്താനെ കൊടുക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ഞാൻ പറയുന്നതല്ല കേട്ടോ, നാട്ടുകാർ പറയുന്നു. അതിന്റെ അർത്ഥം താങ്കൾ നല്ലൊരു നടനല്ല, താങ്കൾ ജീവിതത്തിലും വില്ലനാണ്. ജീവിതത്തിൽ വില്ലനായിട്ടുള്ള ഒരു വ്യക്തി സിനിമയിൽ വില്ലത്തരം കാണിക്കുന്നതിനെ നല്ലൊരു നടൻ എന്ന് പറയാൻ പറ്റില്ല. ഒരിടത്തും മോഹൻലാലിനെ അപമാനിക്കുന്ന പദപ്രയോഗം ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്.
താങ്കൾ ഇനിയെങ്കിലും മറഞ്ഞിരിക്കുന്ന വൻ ശക്തികളുടെ ചട്ടുകമായി മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 100 വട്ടം ചിന്തിക്കും എന്ന് താങ്കൾ പറഞ്ഞതായി എന്റെ ചെവിയിൽ കേട്ടു. താങ്കൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 100 വട്ടം ചിന്തിക്കും ചെയ്യാൻ പോകുന്നത് ശരിയോ തെറ്റോ എന്ന്. അത് തന്നെ ഒരു വിഡ്ഢിയുടെ ലക്ഷണമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ചെയ്യുന്ന കാര്യം സൽപ്രവൃത്തിയാണ്, ശരിയാണ് എങ്കിൽ എന്തിനാണ് സിദ്ദീഖ് 100 വട്ടം ചിന്തിക്കേണ്ട കാര്യം? 100 വട്ടം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ താങ്കൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണോ അതിൽ തെറ്റുണ്ട് ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള മാനസിക സംഘർഷത്തിന്റെ പിടിയിലാണ് താങ്കൾ. അതുകൊണ്ടാണ് 100 വട്ടം ചിന്തിക്കേണ്ടി വരുന്നത്. ചെയ്യാൻ പോകുന്ന കാര്യം ശരിയുള്ളതാണ്, സത്യമുള്ളതാണ്, നന്മയുള്ളതാണ് എങ്കിൽ 100 വട്ടം ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ചെയ്യുക തന്നെ ചെയ്യും. അത് നേരിട്ട് ഉടനെ തന്നെ ചെയ്യും. 100 വട്ടം ഒന്നും ചിന്തിക്കാൻ താങ്കൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒന്നുമല്ലല്ലോ. എന്തിനാണ് സിദ്ദീഖ് പാവങ്ങളെ ദ്രോഹിക്കുന്നത്? ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ സിദ്ദീഖിനോട്. സിനിമാ മേഖലയിൽ നിന്നും ദുർഗന്ധം നാറ്റം വമിക്കുന്ന അനേകം സംഭവങ്ങൾ, കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓരോന്നോരോന്നായി 1 by 1 ആയി പുറത്തു വരുന്നു. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴൊന്നും സിദ്ദീഖ് ഇതൊന്നും അറിഞ്ഞില്ലയോ എന്നൊരു ചോദ്യം എനിക്കുണ്ട്, നാട്ടുകാർക്കുമുണ്ട്. സിദ്ദീഖ് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പരാതിപ്പെട്ടില്ല പോലീസിൽ? ഇപ്പോൾ അതിന്റെ ഉന്നത നിലവാരത്തിൽ എത്തി നിൽക്കുകയാണ്, ആകെ വിവാദമായി നിൽക്കുകയാണ്. സിദ്ദീഖിനൊരു പരാതിയുമുണ്ടായില്ലയോ? സിനിമാ മേഖലയിൽ ഇങ്ങനെ അനാശാസ്യം നടക്കുന്നു, വ്യഭിചാരം നടക്കുന്നു എന്നൊന്നും സിദ്ദീഖ് ഒരു പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്ത് കണ്ടില്ലല്ലോ. അതിന്റെ അർത്ഥം ഒരുപക്ഷെ സിദ്ദീഖ് അറിഞ്ഞു കാണില്ല എന്ന് വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഈ ലോകത്തുള്ള ഒരു ജനതയും, പ്രത്യേകിച്ച് ഒരു മലയാളിയും വിശ്വസിക്കില്ല സിദ്ദീഖ്. താങ്കൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. അപ്പോൾ പണവും സമ്പത്തും പ്രതാപവും ഒക്കെ വരുമ്പോൾ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഭരതനാട്യം കളിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, ഇത് നല്ലതിനല്ല. താങ്കൾ ഗൾഫിൽ പണിയെടുക്കുന്ന കാലം മുതൽ താങ്കളെ ഞാൻ അറിയുന്നതാണ്. ഒരുപക്ഷെ അന്ന് താങ്കൾ എന്നെ അറിയില്ലായിരിക്കും. പക്ഷേ ഇത് നല്ല ഒരു ലക്ഷണമല്ല സിദ്ദീഖ് ഒരു സാധാരണ ഒരു തെരുവ് ഗുണ്ടയെ പോലെ പെരുമാറുന്നത് ശരിയല്ല. ഇന്ന് എന്ത് സംഭവങ്ങൾ ആര് എവിടെ ഒളിപ്പിച്ചു വെച്ച് ചെയ്താലും പത്രമാധ്യമങ്ങളിൽ വന്നില്ലെങ്കിലും മറ്റ് പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളിലോ വന്നില്ലെങ്കിലും അത് ഉടനടി സോഷ്യൽ മീഡിയയിലെത്തും. ഇന്ന് എല്ലാവരും ഭയക്കുന്നത് സോഷ്യൽ മീഡിയയെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയക്കാരുടെ വായടപ്പിക്കുക, ഇതാണ് സിദ്ദീഖിനെ കൊണ്ട് ഇത് ചെയ്യിച്ചവരുടെയൊക്കെ ഉദ്ദേശം. മറ്റ് ചില ഉദ്ദേശങ്ങളും അവർക്കുണ്ട്, അതും ഞാൻ പറയാം. ധൃതിയില്ലെങ്കിൽ, തിരക്കില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതെന്ന് കേൾക്കൂ സിദ്ദീഖിന്റെ വീടിന്റെ മുമ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ചിത്രത്തിൽ സിദ്ദീഖിന്റെ വീട് കിട്ടാത്ത രീതിയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ശബ്ദം ഒരുപക്ഷെ സിദ്ദീഖിന്റെ സിറ്റ് ഔട്ടിൽ കേൾക്കുന്നുണ്ടാകാം. മോശമായി പോയി സിദ്ദീഖ്, മോശമായി പോയി. ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരൊക്കെ ഇവിടെ ജീവിച്ചോട്ടെ. ആവശ്യമില്ലാതെ പരാതിയൊക്കെ ആയിട്ട് പോകുന്നതെന്തിനാ? ആ സിനിമാ മേഖലയിൽ നടക്കുന്ന വ്യഭിചാരവും അഴിഞ്ഞാട്ടവും പീഡനവും ഇതിനൊക്കെ എതിരെ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ സിദ്ദീഖിന്റെ ഇമേജ് ഇന്ന് എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു. പക്ഷേ ബോധപൂർവം അതൊക്കെ മറച്ചുവെച്ചു. എന്നിട്ട് പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറി ഭരതനാട്യം കളിക്കാം. മോശം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ചൊല്ലുണ്ട്. ഇന്ന് സിനിമാ മേഖല ആകെ കത്തിയാളി നിൽക്കുകയാണ്. താങ്കളുടെയും ഉറക്കം കെടുന്നുണ്ടാകാം. താങ്കൾ അതിൽ ഇടപെട്ടു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നു പറയുന്നതും. ഏതെങ്കിലും ഒരു നടി വെറുതെ താങ്കളുടെ പേരൊന്ന് വിളിച്ചു പറഞ്ഞാൽ താങ്കൾ അപമാനിതനാകില്ലേ? താങ്കൾ അത്തരം വ്യക്തിയല്ല എന്നും ആ മേഖലയിൽ പോകില്ല എന്നും ഒക്കെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. താങ്കളെ അടുത്തറിയാവുന്നതിന്റെ പേരിൽ ഞാനടക്കമുള്ള പാവപ്പെട്ടവരെ ജീവിക്കാൻ അനുവദിക്കൂ സിദ്ദീഖ്. ജനിച്ചു പോയില്ലേ, മരിക്കുന്നത് വരെ ജീവിച്ചോട്ടെ. ഈ പാവങ്ങളെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? മറ്റു ചില കൊലകൊമ്പന്മാർക്ക് വേണ്ടിയാണ് സിദ്ദീഖ് ഈ പരാതിയൊക്കെ ആയിട്ട് പോയത്. ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. ഞാൻ പേര് ഇതിലൂടെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മേലിൽ ഇത്തരം
കൊല്ലകൊമ്പന്മാരുടെ ചട്ടുകമായി സിദ്ദീഖ് പ്രവർത്തിച്ചാൽ സിദ്ദീഖ് തന്നെ അതിന്റെ പ്രതികരണം അനുഭവിക്കേണ്ടി വരും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതികരണം എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് ചിലപ്പോൾ അപമാനവും നേരിടേണ്ടി വരും. വേട്ടയാടപ്പെടുന്നവന്റെ വേദന പടച്ചവൻ ആ നിമിഷം കേൾക്കും. പടച്ചവൻ കേട്ടാൽ പിന്നെ ഉള്ള ശിക്ഷയുണ്ടല്ലോ, പടച്ചവന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷ, ദൈവത്തിന്റെ ശിക്ഷ, ഈശ്വരന്റെ ശിക്ഷ. താങ്കൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ താങ്കൾക്കത് കിട്ടിയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലുള്ള തൽക്കാലം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച, എന്നെ കേട്ട എല്ലാവർക്കും എന്റെ വലിയൊരു സലാം.